ഗുഡൻ ടാഗ് ലോയിറ്റെ. ഇന്ന് നമ്മൾ ജർമ്മൻ എക്സാമിൽ പലപ്പോഴും നമ്മൾ വിചാരിച്ചത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പലരും തന്നെ ഫെയിലാകുന്ന ഒരു മൊഡ്യൂളായ ഷ്രൈബൻ എങ്ങനെ പാസ്സാകാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഷ്രൈബന് പെർഫോം ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വെൽക്കം ടു ജിനൂസ് അക്കാഡമി. OETയും IELTSഉം ജർമ്മനും പഠിക്കാൻ മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്താണ് ജിനൂസ് അക്കാഡമിയിൽ കോച്ചിങ് നൽകുന്നത്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം, സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. പലപ്പോഴും നമ്മൾ ഷ്രൈബൻ നമ്മൾ നല്ല രീതിയിൽ തന്നെ എഴുതിയെങ്കിൽ പോലും നമുക്ക് വിചാരിച്ച സ്കോർ നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. അതിന് മെയിനായിട്ടുള്ള കാരണം നമ്മളത് പ്രസൻറ്റ് ചെയ്ത രീതി, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത വ്യോട്ടേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത ഗ്രാമാറ്റിക് പോർഷൻസിൻ്റെ കുറവുകൾ, അതുകൊണ്ടാണ് നമുക്ക് വിചാരിച്ചത്ര നമുക്ക് സ്കോർ നമുക്ക് ഷ്രൈബന് ലഭിക്കാത്തത്. ഇന്ന് നമ്മൾ B2-ൽ ഷ്രൈബൻ എങ്ങനെ നല്ല ബെറ്ററായിട്ട് എഴുതാമെന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ബേ ഐൻസിനെ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് ബേസ് വോയിൽ വെറും 2 ടൈലുകൾ മാത്രമേ ഷ്രൈബനുള്ളൂ. ടൈൽ ഐൻസ് ഒരു ഫോറും ബൈട്രാകും, ടൈൽസ് വോയി ഒരു ഫോർമൽ ലെറ്ററും. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സമയം കിട്ടാറുണ്ട് ലെറ്റർ എഴുതാനും ബ്ലോഗ് എഴുതാനും, പിന്നെ അത് ചെക്ക് ചെയ്യാൻ സമയം കിട്ടാറുണ്ട്. പക്ഷെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ മാക്സിമം ബേസ് വോയുടെ ലെറ്റർ എഴുതാൻ നേരത്ത് അല്ലെങ്കിൽ ബ്ലോഗ് എഴുതാൻ നേരത്ത് നമ്മൾ പഠിച്ച ഗ്രാമാറ്റിക് പോർഷനായ സോയിറ്റൈലെ കണക്ടോർ, നോമൻ ഫെർബിൻഡിങ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. കാര്യം നോമൻ ഫെർബിൻഡിങ് ആണ് നമ്മുടെ ബേസ് വോയുടെ ലെവൽ നമ്മളെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോമൻ ഫെർബിൻഡിങ് നമ്മൾ മാക്സിമം ഒരു 5 എണ്ണമെങ്കിലും പറ്റുമെങ്കിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മിനിമം ഒരു 2 എണ്ണമെങ്കിലും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ സ്വൈറ്റൈലെ കണക്ടോസ് യൂസ് ചെയ്യുക, റിലേറ്റീവ് സാറ്റ്സ് യൂസ് ചെയ്യുക, പിന്നെ ദാ കോമ്പോസിറ്റുകൾ, അങ്ങനെയുള്ള എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള സ്വയിൽ പഠിച്ചിട്ടുള്ള ഗ്രാമർ പോർഷൻസും ഐൻസിൽ പഠിച്ചിട്ടുള്ളത് എല്ലാം നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ടൈലായ ടൈൽ സ്വയിൽ നമുക്കൊരു ഫോർമൽ ബ്രീഫാണുള്ളത്. അതിനകത്ത് നമ്മൾ മാക്സിമം നമ്മൾ കണക്ടോസ് ഒന്നും യൂസ് ചെയ്തില്ലേ പോലും നമ്മൾ അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് എഴുതുക. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഈ ഫോറും ബൈട്രാഗ് എങ്ങനെ നല്ല രീതിയിൽ എഴുതാമെന്ന് നോക്കാം. ഫോറും ബൈട്രാഗിൽ നമുക്ക് ഉള്ളത് ഒരു ചോദ്യം കാണും. ആ ചോദ്യത്തിന് നമുക്ക് 4 സബ് ചോദ്യങ്ങളായിരിക്കും കാണുന്നത്. ഈ 4 സബ് ചോദ്യങ്ങൾക്ക് നമ്മൾ കറക്റ്റായിട്ട് ഉത്തരം എഴുതി പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് തന്നെ നമുക്കൊരു നല്ല സ്കോർ കിട്ടും. നമുക്ക് ഈ ഫോറും ബൈട്രാഗിൽ മിനിമം ഒരു 100 വേർഡ്സ് എങ്കിലും യൂസ് ചെയ്യണം. അപ്പം നമുക്ക് 4 ചോദ്യമുണ്ട്. അപ്പോൾ ഈ 4 ചോദ്യത്തിനകത്ത് ഒരു ചോദ്യത്തിന് നമ്മൾ 25 വ്യോട്ടേഴ്സ് എങ്കിലും എഴുതി വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് തന്നെ 100 വേർഡ്സ് തികയ്ക്കാൻ പറ്റും. നമ്മൾ മാക്സിമം സോയിറ്റയിലെ കണക്ടോസ് ഒക്കെ നമ്മൾ ഈ നമ്മുടെ ബ്ലോഗിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം നമ്മൾ രണ്ടാമത്തെ ചോദ്യമായ നമ്മൾ ഈ ഫോട്ടോയിൽ അല്ലെങ്കിൽ നാക്ടയിലൊക്കെ പറയാൻ കാണും. അപ്പോൾ അതിനകത്ത് നമ്മൾ പറയാൻ നേരത്ത് നമ്മൾ ഈ സോയിറ്റയിലെ കണക്ടോസ് ഒക്കെ മാക്സിമം യൂസ് ചെയ്യുക. ഇപ്പം നമുക്ക് 2 പോസിറ്റീവ് ഒക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നിഷ്ട് നൂർ സൊണ്ടേൺ ഓഫ് അല്ലെങ്കിൽ സോവോൾ അൽസൗ ഇതൊക്കെ യൂസ് ചെയ്യുക. ഇനി ഒരു ഫോട്ടോയിൽ ഒരു നാക്ടയിലൊക്കെയാണ് പറയാനുള്ളെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിലും സോവാർ ആബറോ ഐനർ സൈറ്റ് അന്തേര സൈറ്റോ ഇങ്ങനത്തെ സോയിറ്റയിലെ കണക്ടോസ് ഒക്കെ യൂസ് ചെയ്യാം. ഇനി 2 നെഗറ്റീവാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വീഡർ നോ യൂസ് ചെയ്യാം. പിന്നീട് നമുക്ക് ഏജസ്തോയും ബാക്കിയുള്ള സോയിറ്റയിലെ കണക്ടോസൊക്കെ ഉണ്ട്. നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഇതിങ്ങനെ യൂസ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഫോട്ടോയിലും നാക്ടയിലൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം നോക്കാൻ നേരത്ത് നമ്മൾ ഇതിനെക്കുറിച്ചൊരു അന്തേരം മ്യോഗ്ലിഷ് കൈറ്റിനാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം, മ്യോഗ്ലിഷ് കൈറ്റിനായിരിക്കും കൂടുതലും ചോദിക്കുന്നത്. അപ്പം ഒരു മ്യോഗ്ലിഷ് കൈറ്റ് അല്ല, 1, 2, 3 എങ്കിലും നമ്മൾ പറയാൻ ശ്രമിക്കുക. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഒരിക്കലും ഇത് സ്പ്രഹനല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് മ്യോഗ്ലിഷ് കൈറ്റ്, അത് നമ്മൾ 2-3 എണ്ണം നമ്മളൊരു പാരഗ്രാഫിൽ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക ബ്രീഫായിട്ട്. അത് കഴിഞ്ഞ് അവസാനത്തെ ചോദ്യം ഇങ്ങനെയായിരിക്കും. ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മളിപ്പം പറഞ്ഞ അന്തരം മ്യോഗ്ലിഷ് കൈറ്റിനെ ഒന്ന് ഫോട്ടോയിൽ പറയാനായിരിക്കും, അല്ലെങ്കിൽ നാക്ടയിൽ പറയാനായിരിക്കും, അല്ലെങ്കിൽ രണ്ടും പറയാനായിരിക്കും. അപ്പം നമ്മളിത് പറയാൻ നേരത്തെ നമ്മൾ എക്സ്ട്രാ എടുത്ത മ്യോഗ്ലിഷ് കൈറ്റ് എടുക്കുക, എന്നിട്ട് അതിനെ ഒരു ഫോട്ടോയിൽ പറയുക അല്ലെങ്കിൽ നാക്ടയിൽ എന്താണോ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചോദ്യം നല്ലപോലെ വായിക്കണം. ഈ ചോദ്യം വായിക്കുക നമ്മൾ പലപ്പോഴും നമ്മൾ പഠിച്ചു വെച്ചത് പോയി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ മാർക്ക് ശരിക്കും കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലപോലെ പഠിച്ചിട്ട് നല്ലപോലെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം നമ്മൾ ഉത്തരം അറ്റംപ്റ്റ് ചെയ്യാൻ. എന്നിട്ട് എഴുതാൻ നേരത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ റിലേറ്റീവ് സാറ്റ്സും സോയിറ്റയിലെ കണക്ടോസും നോമൻ ഫെർബിൻഡും ഒക്കെ യൂസ് ചെയ്യണം. എന്നാൽ മാത്രം നമ്മൾ എഴുതിയ ഒരു ടെസ്റ്റ് ഇത്തിരി ബേസ് വൈ ലെവൽ കാണത്തുള്ളൂ. പിന്നെ നമ്മൾ അവസാനം നമുക്ക് ഷ്ലുസ് ചെയ്യണം. ഷ്ലുസ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഒരു മൈനുങ്, നമ്മൾ ഈ തേമ നമ്മൾ ഇത്രയും നേരം എഴുതിയ തേമയുടെ ഒരു മൈനുങ് നമ്മൾ എന്താണോ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയത് സുസാമൻ ഫാസൻ വെച്ച് നമ്മൾ അത് ഷ്ലുസ് ചെയ്യണം. ഷ്ലുസ് ചെയ്യാൻ നേരത്ത് നമുക്ക് ശ്രദ്ധിക്കണം, നമുക്ക് വേണമെങ്കിൽ ഒരു റേഡിമെറ്റിലൊക്കെ നമുക്ക് കാണാതൊക്കെ പഠിച്ചുകൊണ്ടൊക്കെ പോയിട്ട് പോകാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും റെഫറൊക്കെ ചെയ്തിട്ട് പോകാം. കാര്യം നമ്മൾ സ്വന്തമായിട്ട് ആ സമയത്ത് എഴുതുന്നതിനേക്കാളും നല്ലത് നമ്മൾ പഠിച്ചിട്ട് പോയ ഇതാകുമ്പോൾ നമുക്ക് ഗ്രാമാറ്റിക് മിസ്റ്റേക്ക് ഒന്നും ഇല്ല, നമ്മളൊരു ഒരു സാധനം നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത്ര എഴുതി കഴിയാൻ നേരം നമ്മുടെ ബ്ലോഗ് നമ്മൾ കംപ്ലീറ്റ് ആയി. നമ്മൾ ബ്ലോഗ് നമ്മളൊരു പെർഫെക്റ്റ് ഒരു ബേസ് വൈ ലെവലിൽ തന്നെ എഴുതി. പിന്നെ നമ്മൾ പലപ്പോഴും വരുന്ന മിസ്റ്റേക്കാണ് നമ്മൾ പല വാക്കുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ക്യൊന്നൻ അല്ലെങ്കിൽ ഇസ്റ്റ്
ഇതൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഇത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാര്യം ഇപ്പോൾ ക്യൊന്നന് വരുവാണെങ്കിൽ നമുക്ക് വിയർ ഹാബൻ ദി ഗലേഗൻ ഹൈറ്റോ അല്ലെങ്കിൽ വിയർ ഹാബൻ ദി മ്യോഗ്ലിഷ് ഹൈറ്റോ അല്ലെങ്കിൽ സിന്ത് വിയർ ഇന്റർലാഗി അങ്ങനത്തെ നോമൻ ഫർബിൻഡും അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക. പിന്നെ എസിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ട, അതിന് പകരം നമ്മൾ എസ് ഗിപ്റ്റോ എസ് ബീറ്റേറ്റോ എസ് ലീഫേർട്ടോ അങ്ങനെ മാറ്റി യൂസ് ചെയ്യുക. ഒരെണ്ണം തന്നെ നമ്മൾ മാക്സിമം റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ മാക്സിമം നമ്മൾ അഡോസുമായ എ ഐൻസ് അല്ലെങ്കിൽ എ സോയ് കണക്ടോസ് ഒക്കെ മാറ്റി അതിനെയൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ബേസ് ഓയിലേക്ക് മാറുക. പിന്നെ യോട്ടേഴ്സ് തന്നെയാണെങ്കിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്ന യോട്ടേഴ്സാണ് നമ്മൾ ബെക്കോമൻ അല്ലെങ്കിൽ ബെനൂട്ട്സൺ ഈ വാക്കുകളൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ എ ഐൻസ് യോട്ടേഴ്സ് ആണ്. അത് മാറ്റി നമ്മൾ ബേസോയി യോട്ടേഴ്സ് ആയ എർഹാൾട്ടൺ, ക്രീഗൻ, ഫെർവെൻഡൻ അങ്ങനെ പല വാക്കുകളുണ്ട്. അങ്ങനെ നമ്മൾ അതിന് പറ്റിയ ഒരു സിനോണിംസ് കണ്ടെത്തുക. നമുക്ക് കുറേ ലെറ്റേഴ്സ് എഴുതാൻ നേരത്ത് അല്ലെങ്കിൽ നമ്മൾ ബ്ലോഗ് എഴുതാനൊക്കെ മനസ്സിലാകും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ അതിന് പറ്റിയ സിനോണിംസ് നമ്മൾ കണ്ടുപിടിക്കുക, അതുകൊണ്ട് അത് യൂസ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ അതിന് നോമൻ ഫർബിൻഡും ഒക്കെ ഉണ്ട്. നോമൻ ഫർബിൻഡിങ്ങിൻ്റെ നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അത് റെഫർ ചെയ്യാം. അത് റെഫർ ചെയ്യാൻ നേരത്തെ നമുക്ക് കുറേ നോമൻ ഫർബിൻഡിങ്ങും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പുതിയ യോട്ടേഴ്സിൻ്റെ പല വാക്കുകളൊക്കെ നമുക്ക് വേറെ കിട്ടും. അത് നമ്മൾ റെഫർ ചെയ്ത് നമ്മൾ ഒരു നല്ല രീതിയിൽ തന്നെ ബ്ലോഗ് നമ്മൾ എഴുതിയാൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന നമുക്ക് നല്ലൊരു സ്കോർ തന്നെ നമുക്ക് ഈ ടൈൽ ഐൻസിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ടൈൽ സോയിലേക്ക് വരാൻ നേരത്ത് പിന്നെ നമ്മൾ ഇതൊക്കെ തന്നെ ഈ ഫോർമാറ്റിലൊക്കെ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈൽ സോയിലും നമുക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്ത് ഷൈബിനെ നമുക്ക് വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ മാർക്കോടെ നമുക്ക് ഒറ്റ അറ്റംപ്റ്റ് തന്നെ പാസ്സാകാൻ സാധിക്കും. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ B2 ഷൈബനിൽ ടൈൽ ഐൻസായ ബ്ലോഗ് അല്ലെങ്കിൽ ഫോറും ബൈട്രാക്ക് എങ്ങനെ എഴുതണമെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി നിങ്ങൾ ലെറ്റർ എഴുതാൻ നേരത്ത് അല്ലെങ്കിൽ നിങ്ങളിനി ബ്ലോഗ് എഴുതാൻ നേരത്ത് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ മാക്സിമം ഇതൊക്കെ യൂസ് ചെയ്ത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ബ്ലോഗ് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് ടൈൽസ് വൈ ആയ ബ്രീഫ് അല്ലെങ്കിൽ ലെറ്റർ എങ്ങനെ നല്ല രീതിയിൽ എഴുതാമെന്ന് കാണാം. വാട്ട് ആൻഡ് സി ബിറ്റേ ഫോർ ബൈട്ര വീഡിയോ ഓഫ് ഫീഡർ സെയിം ജിനോസ് അക്കാഡമി, ഫ്ലൈ വിത്ത് യുവർ ഡ്രീംസ്.